ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3/4 സ്ലീവ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണ്. കട്ടിംഗ് പാർട്ട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. തുണി മടക്കി വെച്ച തുണിയാണ് നമ്മൾ ഫ്രണ്ട് നെക്കിന് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതെ, തുണി മടക്കി വെച്ചിട്ടുണ്ട്. മടക്കി വെച്ച ശേഷം വീതി 7, നീളം 11. അപ്പം മടക്കി വെക്കാതാകുമ്പോൾ വീതി വന്നിട്ട് 14 ആവും, നീളം 11 തന്നെയാണല്ലോ. അപ്പോൾ അതിനെ മടക്കി വെച്ച തുണി ഓക്കെ. ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ് പാർട്ടാണ്. 3/4 സ്ലീവാണ്. 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നു. ഇത് ഫ്രണ്ട് നെക്കാണ്. ബാക്ക് നെക്കിന് നമ്മൾ ഓൾറെഡി അല്ല, നമ്മൾ ഈ സെയിം തന്നെയാണ് കഴുത്തിൻ്റെ അകലം എടുക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് ഇത്രയും ഇതാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് XXL ആണ്. അപ്പം അതിനനുസരിച്ച് പിന്നെ 3/4 സ്ലീവ് കുറച്ച് ലൂസൊക്കെ വേണം. അപ്പം നമുക്ക് ഒരുപാട് കുടുങ്ങിയ നെക്ക് ഇട്ട് കഴിയുമ്പോൾ അത് അവർക്ക് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ട് വരും. അപ്പം ഞാൻ നോക്കിക്കതേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് ഒന്ന് വിട്ട ശേഷം നമുക്ക് ഒരു ബോർഡർ വെക്കണം ഇതിൻ്റെ ഉള്ളിൽ. കാരണം നമുക്ക് പ്രിൻറ്റഡ് നൈറ്റിൽ വെറും പ്ലെയിൻ കളർ തുണി വെക്കുമ്പോൾ ഒരു ഭംഗി കിട്ടത്തില്ല. അപ്പം അതിൽ എന്തെങ്കിലും ഒരു ബോർഡർ കൊടുക്കുമ്പോഴാണ് ഭംഗി വരിക. അപ്പം നമ്മളൊന്ന് കഴുത്ത് തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ വിട്ട ശേഷം ബാക്കി നമുക്ക് എവിടെ ബോർഡർ വെക്കണം എന്നാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ബോർഡർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പീസ് തുണി വെച്ചിട്ട് അതൊന്ന് ഇതിൽ കൊടുക്കണം. അല്ലാണ്ട് ഇത് ഭയങ്കര ഡിഫറൻസ് ആയിട്ട് വരുമല്ലോ, കാരണം ഒരു ഇതില്ലാത്തതുകൊണ്ട്. അപ്പം ഞാനിത് നോക്കിക്കോളൂ. ആ എടുത്ത തുണിയിൽ നിന്നും 1 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇതൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുകയാണേ, കാരണം ഇത്തിരി ഒരു ലെങ്ത്ത് കൂടിയ പോലെ തോന്നി. അപ്പം അപ്പുറത്തെ സൈഡിലേക്ക് ഇല്ല, ഇവിടെ ഇത്തിരി കൂടുതലായി തോന്നി, അതുകൊണ്ടാണ്. ഇനി ഞാൻ ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെയാണ് ബോർഡർ കൊടുക്കേണ്ടത് കേട്ടോ. അതെ, അതുപോലെ തന്നെ ഇതൊന്ന് സൈഡൊന്ന് ഒപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, അടുത്തത് വീണ്ടും നമുക്ക് 1.5 ഇഞ്ച് ഒരു സ്ക്വയർ പോലെ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൈഡിലേ നമ്മൾ വരച്ചുള്ളൂ, അപ്പുറത്തെ സൈഡ് വരച്ചില്ലല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ചോക്ക് വെച്ചൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു തുണിന് നേരെ നമുക്ക് ഇപ്പോൾ ഈ വരച്ച ഭാഗവും വേറെ ഭാഗവും വരത്തക്ക രീതിയിൽ മടക്കുമ്പോൾ ഈ ഒരു ഭാഗം അപ്പുറത്തും പതിഞ്ഞു വരും. കണ്ടോളൂ കേട്ടോ. ഇപ്പം എങ്ങനെയാണ് ഇരിക്കണേ, അതിനെ ഇതുപോലെ തിരിച്ച് മടക്കിയെടുക്കുമ്പോൾ എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കുക. തുറന്ന് നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടി. ഈ വരച്ചത് എന്തിനാണെന്നറിയോ, ഇതിൻ്റെ മേലെ നമ്മളൊരു പീസ് തുണി വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. നൈറ്റിയുടെ കട്ട് പീസിൽ നിന്നും 1.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണി എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെങ്ങനെ നമ്മുടെ വള്ളി പോലെ മടക്കിയിട്ട് അടിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, സിമ്പിളായി ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പുതിയൊരു ഇതുപോലെ തോന്നില്ല, കാരണം അതായത് ഇത് വേറെ എടുത്ത് നിൽക്കില്ല. ഇപ്പം സൈഡൊക്കെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളതിൽ ആദ്യം ഈ ചോക്ക് വെച്ചവിടെ ആ ഒരു പീസ് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ചുറ്റും ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ആ തുണിയുടെ ചുറ്റും ഒന്ന് മടക്കി അടിച്ചു. ഇനി നൈറ്റിയുടെ ഫ്രണ്ട് പീസിൻ്റെ ഉൾവശം എടുത്ത് വെച്ച ശേഷം നമ്മളുടെ ഈ നെക്കിൻ്റെ ഈ പീസ് വെച്ചിട്ട് ഇതുപോലെ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ചുറ്റും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പീസിനെ നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചിട്ട ശേഷം പതിച്ചടിക്കണം. അതായത് കഴുത്തിൻ്റെ ഭാഗവും പതിച്ചടിക്കണം, അതുപോലെ ഈ ബോർഡറിൻ്റെ ഭാഗം നമ്മൾ നൈറ്റിയോട് ചേർത്ത് വെച്ചൊന്ന് പതിച്ചടിക്കുക. എളുപ്പമല്ലേ സംഭവം? നല്ല ഭംഗിയുള്ള നെക്കാണ്. സിമ്പിളായിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന നെക്കാണ്. നോക്കിക്കേ, ഇപ്പം ആ ഒരു ഭംഗി കണ്ടോ, ആ ഒരു കളർ കോൺട്രാസ്റ്റിൽ നമുക്ക് ഇത് നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പം നമ്മുടെ ചുരിദാർ കട്ട് നൈറ്റി പോലെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്ലീവാണ് ഏറ്റവും വലിയൊരു ഇത് കേട്ടോ. 3/4 സ്ലീവ് എനിക്ക് ഒട്ടും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെയ്ത കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പതിച്ചടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ. കണ്ടോ, പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അതിനുശേഷം ഞാൻ ബാക്ക് വശവും ഫ്രണ്ട് വശവും കൂടി ഷോൾഡറൊക്കെ കൂട്ടിയടിച്ച് കൊണ്ടുവന്നു. കാരണം ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ നീട്ടുന്നില്ല. ക്രോസ് പീസ് വെച്ച് ബാക്ക് തയ്ച്ച് ഷോൾഡറും കൂടി കൂട്ടിയടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിൽ നിങ്ങൾക്ക് സ്ലീവ് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ സ്ലീവ് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. നൈറ്റിക്ക് നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ വേണ്ട. സ്ലീവ് ഞാൻ ഇങ്ങനെ ചെയ്ത്, കാരണം അടിയിൽ നമുക്ക് ബോർഡർ വെക്കാനായിട്ടും തികയുന്നില്ല തുണി. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു.
നമുക്ക് അടിയിൽ ഈ പീസ് ബോർഡർ വെക്കാം. പക്ഷേ എന്താണെന്ന് പറയുമ്പോൾ മേളിലേക്ക് അപ്പോൾ ആ വണ്ണം തുണിക്ക് ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ആ സ്ലീവും കൂടി ജോയിൻ ചെയ്ത് 2 സൈഡും കൂട്ടി അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നൈറ്റി റെഡി ആയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കണ്ട ഇങ്ങനെ സ്ലീവാണ് നമ്മുടെ കസ്റ്റമർ ചോദിച്ചത്. അപ്പോൾ എന്നോട് തുണി ബോർഡർ വെച്ചോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ താഴെ ഒരു നോട്ടും വെച്ച് കൊടുത്തിട്ട് നല്ല ലെങ്ത് ഉണ്ട്, 17 ഇഞ്ച് ലെങ്ത് സ്ലീവാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.